വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്നൊരു ഓണിയൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിലാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ നല്ലൊരു വലിയ സവോള ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിയണം കേട്ടോ. എന്നിട്ട് ചെറിയൊരു പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ചിലർക്ക് എരിവ് ഇഷ്ടമല്ലല്ലോ, അപ്പം അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓണിയൻ മാത്രമാണെങ്കിലും മതി. പിന്നെ നമ്മൾ അതിനകത്തൊരു സ്വല്പ തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവേ. നല്ല ടേസ്റ്റാണ് അതിന്. എല്ലാവരും ഓണിയൻ ദോശയ്ക്ക് അത് തേങ്ങ ചേർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാനത് കുറച്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് ദോശ ബാറ്റർ, ഇത് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ പൊങ്ങിയ നല്ല മാവാണേ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓണിയൻ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആവശ്യത്തിന് തേങ്ങ എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 2 പച്ചമുളക്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് ചുവന്നുള്ളി, പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സ് അതും കൂടെ ചേർത്ത് കൊടുക്കണേ. കാഷ്യൂ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളമല്ല, ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ആ ഒരു തേങ്ങയുടെ ആ ഒരു നെകയ്ക്ക് നമ്മൾ പാലൊഴിച്ചാൽ മതിയേ. എന്നിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമ്മളത് ചൂടാക്കത്തൊന്നുമില്ലേ. ഇത് അല്ലാതെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചങ്ങ് ഇട്ടാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റായിട്ടോ. ഞാനിത് ആദ്യം ഒന്ന് അരച്ചെടുക്കട്ടെ. ഞാനിവിടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്വല്പ പാലും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, ഇച്ചിരി ഒന്ന് ലൂസാകാനേ. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പം അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്താലും മതി കേട്ടോ. ഞാൻ ആ സമയത്ത് ഇത് വിട്ടുപോയി ഉപ്പ് ചേർക്കാൻ, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കാണിച്ചത്. നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. നമ്മളൊരു പാൻ ഇവിടെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് ആഡ് ചെയ്യണേ. ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി, ഒരുപാട് അങ്ങ് കരിഞ്ഞു വരണ്ട. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇപ്പം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണേ. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആയല്ലോ. നമ്മുടെ ചട്നി അരച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. കഴിക്കാൻ നേരം മിക്സ് ചെയ്താൽ മതി കേട്ടോ. അതുവരെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന നമ്മുടെ ഓണിയൻ ദോശയുടെ കൂടെ കഴിക്കാവുന്ന ചട്നിയാണിത്. ഇനി നമുക്ക് ഓണിയൻ ദോശയും കൂടെ ഉണ്ടാക്കാവേ. ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്, ഇത്രയൊന്ന് പരത്തിയാൽ മതി. ഈ ദോശ ബാറ്റർ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. 1 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്, അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഒരു 8 മണിക്കൂർ നമ്മൾ അരച്ച് വെച്ചേക്കണം. അപ്പോഴത്തേന് അത് റെഡിയായിരിക്കും. ഈ സവോള അരിഞ്ഞതിനകത്ത് ഒരു സ്വല്പം ഉപ്പിട്ട് ഞാനൊന്ന് പുരട്ടിയിട്ടുണ്ട്. ഒരു സ്വല്പം, ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്വല്പമേ ആകാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചേക്കുക ഞാൻ. ഈ സമയം നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കണേ, അതാണ് നല്ലത്. സ്പൂണൊക്കെ ഇട്ട് കഴിയുമ്പോഴുണ്ടല്ലോ അത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കൂടിയും കുറഞ്ഞും എല്ലാം പോകും. കൈ കൊണ്ടാകുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അറിയാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു സ്വല്പം തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കും. ഇത് എല്ലാവരും ഇടുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഈ ഓണിയൻ്റെ കൂടെ ഒരു സ്വല്പം തേങ്ങയും കൂടെ ഉള്ളപ്പോഴേ അതിനൊരു ടേസ്റ്റാണ്. എന്നിട്ടൊരു സ്വല്പം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും ഞാൻ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ തെറിച്ച് പോകും. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒരു സ്വല്പം നെയ്യോ ബട്ടറോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ മതി. ഇപ്പം നെയ്യും ബട്ടറും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി, നല്ല വെളിച്ചെണ്ണ. ഞാനിവിടെ ഇപ്പം കുറച്ച് നെയ്യാണ് ചേർക്കുന്നത്. നെയ്യോ ബട്ടറോ ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചും ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതും നല്ലതാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചങ്ങ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കയ്യിലുള്ളതും അത് ശ്രദ്ധിക്കണമല്ലോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കഴിയുമ്പോൾ ഞാൻ സിമ്മിലേക്ക് ആക്കി കൊടുക്കും. അന്നേരം അത് ശരിക്ക് കിടന്ന് ആ സവോള ഒന്ന് ഫ്രൈ ആകണമല്ലോ. നെയ്ക്കകത്ത് കിടന്ന് അതൊന്ന് മുരിഞ്ഞു വരുവേ. അപ്പം നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ മാവും ആ ഒരു സവോളയും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടത്തില്ല. സിമ്മിലാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് മൊരിഞ്ഞു വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയായത് കേട്ടോ, ഓണിയൻ ദോശ. എല്ലാവരും ട്രൈ ചെയ്യണേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ ഞാൻ ആ ഒരു ചട്നി കാണിച്ചു തരുന്നുണ്ടല്ലോ. അതാകുമ്പം നമുക്ക് ചൂടാക്കാൻ ഒന്നും സമയം വേണ്ട. വളരെ ഈസി ആയിട്ട് വന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ആ ചട്നി ഉണ്ടാക്കി നോക്കണം എല്ലാവരും. 3-4 ടൈപ്പ് ചട്നി കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പേ. എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. പല രീതിയിൽ നമ്മൾ ചട്നി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് മടുക്കാതെ ഫുഡ് കഴിക്കാം അല്ലേ.
ഇടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ആ സവോള ഒന്ന് കുക്കായി കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ ആ നെയ്യും കൂടെ ഒഴിക്കുമ്പോൾ അതേ കിടന്നൊന്ന് മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ദോശ കിട്ടും. നമ്മൾ ഇതുപോലെ ദോശ ബാറ്റർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു 3-4 ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊന്നും ആലോചിക്കുക പോലും വേണ്ട അല്ലേ. നമുക്ക് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പല ടൈപ്പ് ദോശകളും ഉണ്ടാക്കിയാൽ മതി. ഇപ്പം മസാല ദോശ, ഗീ റോസ്റ്റ്, അല്ലെങ്കിൽ ഒണിയൻ ദോശ, ഊത്തപ്പം, അങ്ങനെ എന്ത് വേണേലും നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഈ ഒരു ബാറ്റർ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതിയേ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. ഞാനിവിടെ സ്ഥിരം ചെയ്യുന്നതാണ്. ദോശ ബാറ്റർ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പല ടൈപ്പ് ദോശയോ ഇഡ്ഡലിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതെല്ലാം ഉണ്ടാക്കും. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഒണിയൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയാൽ മതി. ഇതിൻ്റെ കൂടെ നല്ല ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു ചട്നിയും കൂടെ ചേർത്ത് കഴിച്ചുണ്ടല്ലോ, നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആവും. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചട്നിയും ഒണിയൻ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് എടുക്കാൻ നേരം ഒന്ന് മിക്സ് ചെയ്തേക്കണേ. ഞാൻ നേരത്തെ ആ ഒരു കടുക് പൊട്ടിച്ചതിന് ശേഷം ഇളക്കിയിട്ടില്ലായിരുന്നേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ദോശയുടെ സൈഡിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വിളമ്പി, വേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറിനോ ഒക്കെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ നല്ല അടിപൊളി ഒണിയൻ ദോശയും ചട്നി ഇവിടെ റെഡിയായി. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്